Hi, hello. This video we will regression lines and regression equations discuss second semester BSc psychology maximum second semester maximum mathematics statistics topic regression or regression lines, regression equations use terms. Scatter diagram almost scatter diagram and scatter diagram pattern and scatter diagram scatter points positive negatives and then positive direction and negative direction. Points spread spread linear representation line regression line. ഒരു straight line ഒരു pattern scatter diagram points ഒരു particular straight line ചുറ്റുമായിരിക്കും cluster ചെയ്തിരിക്കുന്നത് ഇതിനെ ഐഡന്റിഫൈ ചെയ്യുന്ന ആ ഒരു straight line ആണ് നമ്മുടെ regression line എന്ന് പറയുന്നത്. ഇനി ഈ regression line ഈ ലൈൻ റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് regression equation. അപ്പോൾ regression equation രണ്ട് ടൈപ്സ് ഉണ്ട്. regression lines നമ്മൾ പറഞ്ഞു scattered points represent ചെയ്യുന്ന ആ പോയിന്റ്സിനെ ഡിനോട്ട് അല്ലെങ്കിൽ ആ പോയിന്റ്സ് ക്ലസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു പർട്ടിക്കുലർ ഇതിനെ ചുറ്റുമായിരിക്കും ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഫോമാറ്റിലായിരിക്കും ആ ലൈനിലാണ് നമ്മുടെ റിഗ്രഷൻ ലൈൻ എന്ന് അതിൻ്റെ ഇക്വേഷൻ റിഗ്രഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ രണ്ട് രീതിയിലാണ് നമ്മൾ ഇതിനകത്ത് ഫിറ്റ് ചെയ്യുന്ന രണ്ട് രീതിയിൽ നമുക്ക് പറ്റും. ഈ ഒരു അതായത് y = ax + b എന്ന് പറയുന്ന പാറ്റേൺ യൂസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ +1 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു പാറ്റേണിലായിരിക്കണം നമ്മുടെ ഇക്വേഷൻ എപ്പോഴും വരിക. ഒരു വേരിയബിൾ ഉണ്ടായിരിക്കും, അതേപോലെ എയും ബിയും കോൺസ്റ്റൻസ് ആയിരിക്കും. ഈ ഒരു പാറ്റേണിലാണ് y = ax + b എന്നുള്ള പാറ്റേണിൽ നമുക്ക് ഫിറ്റ് ചെയ്യാം. അതേപോലെ x = ay + b എന്ന് പറയുന്ന പാറ്റേണിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇത് രണ്ടിലും ആണെങ്കിലും ഇല്ലെങ്കിൽ എയും ബിയും വേണ്ട, നമുക്ക് വേറൊരു ടേം യൂസ് ചെയ്യാം cy + b. ഓക്കെ, ഇത് രണ്ടുമാണെങ്കിലും നമുക്ക് ചെയ്യുന്ന ഫിറ്റ് ചെയ്യുന്നതെന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഈ ഒരു മോഡലാണ് ഇക്വേഷൻ എക്സും വൈ അല്ലെങ്കിൽ വേറെ ടേം ആണ്. അപ്പം ഇവിടെ y = ax + b എന്ന് പറയുന്ന പാറ്റേണിലാണെങ്കിൽ നമ്മൾ ഇതിനെ പറയുന്നത് റിഗ്രഷൻ ലൈൻ y on x എന്നാണ്. y on x ഇവിടെ വരുന്നത് റിഗ്രഷൻ ലൈൻ x on y എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, ഈ റിഗ്രഷൻ ഇക്വേഷൻ y on x ഉണ്ട്, റിഗ്രഷൻ ഇക്വേഷൻ x on y. ഇതിന് രണ്ട് സെപ്പറേറ്റ് ഇക്വേഷൻസ് ഉണ്ട്. ഇതൊക്കെ റിഗ്രഷൻ ലൈൻസിന്റെ ഫോർമേഷൻ അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിനകത്ത് പറയുന്നതാണ്. ഇനി നമുക്ക് റിഗ്രഷൻ ഇക്വേഷൻ അല്ലെങ്കിൽ റിഗ്രഷൻ ലൈൻ x on y, റിഗ്രഷൻ ലൈൻ y on x ന്റെ സെപ്പറേറ്റ് ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻ വെച്ചിട്ടാണ് റിഗ്രഷൻ ലൈൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റിഗ്രഷൻ ലൈൻ y on x എന്ന് പറയുന്നത് ഇത് ഓൾമോസ്റ്റ് ഇതിനൊത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് മോസ്റ്റ് ഓഫ് ടൈം പ്രഡിക്ഷൻ ആണ് നമ്മൾ റിഗ്രഷൻ യൂസ് ചെയ്യുന്നത്. അതായത് ഈ ലൈൻ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയി പോകുകയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഈ എക്സിന്റെ വാല്യൂ 1 എത്തുമ്പോൾ വൈയുടെ വാല്യൂ എന്തായിരിക്കും എന്നൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കർവ്സ് ഒക്കെ പ്രൈസ് ഡിമാൻഡ് കർവ്സ് അല്ലെങ്കിൽ അതിലുള്ള ചിലപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ സംഭവങ്ങൾ ആപ്ലിക്കബിൾ ആയിരിക്കും. ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ടൈം എടുക്കുകയാണ് അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ പ്രൈസ് എടുക്കുകയാണ്. ഈ ഒരു പർട്ടിക്കുലർ ടൈം എക്സിൻ്റെ വാല്യൂ ഒരു 10 അല്ലെങ്കിൽ 10 ഡേയ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ 20 ഡേയ്സ് കഴിയുമ്പോൾ ഇവിടെ ഈ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എത്രത്തോളം എത്തും എന്നൊക്കെയുള്ള ഐഡൻറ്റിഫിക്കേഷന് നമുക്ക് പറ്റും. ഇവിടെ എന്താണ് വാല്യൂ വരുന്നത്, ഇവിടെ ചിലപ്പോൾ 100 ആവാം അല്ലെങ്കിൽ 200 ആകാം, അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ പ്രഡിക്ഷനാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്, യൂസ്ഫുൾ ആയിട്ടുള്ള ടേം. അപ്പോൾ റിഗ്രഷൻ ലൈൻ y on x = y on x is y minus y bar equal to covariance of xy by variance of x into x minus x bar. y on x ആകുമ്പോൾ y equal to എന്ന് പറഞ്ഞായിരിക്കും വരുന്നത്. അതിനകത്ത് വരുന്ന ടേം എല്ലാം എക്സിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ അതുപോലെ x minus x bar എക്സിന്റെ ചേർത്ത് നമ്മൾ യൂസ് ചെയ്യുക ടേംസ് ആയിരിക്കും യൂസ് ചെയ്യുക.
അങ്ങനെയാണെങ്കിൽ x1y നെ നമുക്ക് എങ്ങനെ എഴുതാം? റിഗ്രഷൻ ലൈൻ x1y എന്ന് പറയുമ്പോൾ എന്ത് വരും? ഇവിടെ നേരെ x മൈനസ് എക്സ് ബാർ എന്നാവും. Okay, this is equal to covariance of xy by variance of x എന്ന് പറയുന്നത് എന്താകും? variance of y into y minus y bar. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റിഗ്രഷൻ ലൈൻ y on x, x on y. അപ്പോൾ ഇതിനെ നമ്മൾ വേറൊരു പാറ്റേണിലൂടെ ഡിനോട്ട് ചെയ്യും. pxy കോവേരിയൻസ് ഓഫ് എക്സ് വൈനെ pxy കോവേരിയൻസ് നമ്മൾ കോറിലേഷൻ പറഞ്ഞ കൂട്ടത്തിൽ നിന്ന് പറഞ്ഞു പോയിരുന്നു. അന്നേരം കോവേരിയൻസിനെ പറ്റിയിട്ട് നമ്മൾ ആ ഇക്വേഷൻ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് റീകളക്ട് ചെയ്യുക. കോവേരിയൻസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കോറിലേഷൻ്റെ ആ ന്യൂമറേറ്റർ പോർഷനെയാണ് നമ്മൾ കോവേരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രോബ്ലം പോകുന്നു. പിന്നെ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നുകൂടെ അത് പറഞ്ഞു പോകാം. ഇനി കോവേരിയൻസ് ഓഫ് എക്സ് വൈനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക pxy എന്നാണ്. അപ്പോൾ pxy ബൈ നമ്മുടെ ഇവിടെ വരുമ്പോൾ pxy ബൈ ഇത്രയും പോർഷൻ മാത്രം എടുക്കുകയാണെങ്കിൽ കോവേരിയൻസ് ഓഫ് എക്സ് വൈ ബൈ വേരിയൻസ് ഓഫ് എക്സ് എന്നല്ല നമ്മൾ എഴുതുന്നത്. ഇതിനെങ്ങനെ pxy ബൈ സിഗ്മ എക്സ്. വേരിയൻസ് ആയതുകൊണ്ട് സ്ക്വയർ വേണം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്, സിഗ്മ മാത്രമായിട്ട് ഡിനോട്ട് ചെയ്യുക. ഇതിനെ നമ്മൾ പറയുന്നത് റിഗ്രഷൻ കോഎഫിഷ്യന്റ് എന്നാണ്. ഇതിൽ കൂടെ വരുന്ന ഈ ടേമാണ് നമ്മുടെ റിഗ്രഷൻ കോഎഫിഷ്യന്റ്. റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഏതെങ്കിലും റിഗ്രഷൻ കോഎഫിഷ്യന്റ് നമ്മളിവിടെ എഴുതിയേക്കുന്നത് y on x. അപ്പോൾ റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഓഫ് y on x എന്ന് പറയുന്നതാണ് കോവേരിയൻസ് ഓഫ് എക്സ് വൈ ബൈ വേരിയൻസ് ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഓൺ വൈയുടെ എന്തായിരിക്കും? കോവേരിയൻസ് ഓഫ് എക്സ് വൈ ബൈ വേരിയൻസ് ഓഫ് വൈ. അപ്പോൾ ഇതിൻ്റെ ഈ റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഓൺ വൈയും y on x കൂടെ ടേക്ക് ഇതിലേക്ക് ഒന്ന് നോക്കി വെച്ചേക്കുക. ഇനി നമുക്കുള്ളത് പ്രോബ്ലംസ് ആണ്. റിഗ്രഷൻ്റെ അല്ലെങ്കിൽ പ്രഡിക്ഷൻ, റിഗ്രഷൻ ലൈൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതിനുശേഷം പ്രെഡിക്റ്റ് ചെയ്യാൻ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യണം. നമുക്ക് പ്രോബ്ലം ചോദിച്ചിട്ടുള്ള കോൺസെപ്റ്റ് ഒക്കെ ഒന്ന് ക്ലിയർ ആകും. അപ്പോൾ നമ്മൾ പറഞ്ഞത് കോവേരിയൻസിൻ്റെ ഇക്വേഷൻ, കോവേരിയൻസ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ കോറിലേഷൻ പറഞ്ഞു പോയിരുന്നത് 1/n summation xi into ya minus x square into y. ഇതിൻ്റെ താഴെ ഡിവൈഡ് ബൈ സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ റൂട്ട് ഓഫ് സിഗ്മ എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് സിഗ്മ വൈ എന്ന് പറയുന്നതാണ് നമ്മൾ കോറിലേഷനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ന്യൂമറേറ്റർ കോറിലേഷൻ്റെ ന്യൂമറേറ്റർ മാത്രമാണ് നമ്മൾ കോവേരിയൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഫൈൻഡ് ദ റിഗ്രഷൻ ലൈൻസ്. Find the regression lines. Find the regression lines and calculate the coefficient of correlation. Okay, ഇവിടെ ഞാൻ കൂടെ ചെയ്തു പോവാണ് coefficient of correlation for the following data. On x and y. Also predict. Prediction possible ആണ് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ prediction എങ്ങനെയാണെന്നുള്ളത് നമുക്കിതിനകത്ത് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. Also predict the value of y corresponds to x equal to 9. x ന്റെ വാല്യൂ 90 ആയിരിക്കുമ്പോൾ y യുടെ വാല്യൂ എന്തായിരിക്കും? സപ്പോസ് ഒരു പ്രൊഡക്റ്റ് ആണ് വെക്കുക. അപ്പോൾ അതിൻ്റെ 90 അല്ലെങ്കിൽ ഇപ്പോൾ 90 കോമഡിറ്റീസ് 90 കിലോഗ്രാംസ് എക്സിൻ്റെ കിലോഗ്രാമും വൈൻ്റെ നമ്മൾ പ്രൈസുമാണ് എടുക്കുന്നതെന്ന് വെക്കുക. ക്വാണ്ടിറ്റി പ്രൈസുമാണ് എടുക്കുന്നതെന്ന് വെക്കുക. അപ്പോൾ എക്സ് 90 കിലോഗ്രാംസ് ആകുമ്പോൾ ഇവിടെ ക്വാണ്ടിറ്റിയാണ് 10, 20, 30 അങ്ങനെ 90 കിലോഗ്രാംസ് ആകുമ്പോൾ വൈയുടെ വാല്യൂ എന്തായിരിക്കും വരുന്നത്, എവിടെ ആയിരിക്കും വരിക എന്നുള്ളതാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എന്തെങ്കിലും നമ്മൾ തിയററ്റിക്കലി ഫൈൻഡ് ഔട്ട് ചെയ്യണം. എക്സിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് 65, 66, 67, 67, 68, 69, 70 and 72.
വൈയുടെ വാല്യൂ 67, 68, 65, again 68, 72, 72, 69 and 70. ഇതാണ് നമ്മുടെ വൈയുടെ വാല്യൂസ് നോക്കുക. അപ്പോൾ നമുക്ക് റിഗ്രഷൻ ലൈൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഇതിൻ്റെ കൂടെ ഞാൻ ചെയ്തു പോകുന്നേ ഉള്ളൂ. അപ്പോൾ റിഗ്രഷൻ ലൈനിൻ്റെ കൂടെ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷനോടെ കാൽക്കുലേറ്റ് ചെയ്യുന്നു, കൂടെ പ്രഡിക്ഷനോടെ നടക്കും. അപ്പോൾ റിഗ്രഷൻ ലൈൻ ഇക്വേഷൻ നമുക്കറിയാലോ. ഇക്വേഷൻസ് എല്ലാം മസ്റ്റ് ആയിട്ട് എഴുതിയിരിക്കണം. റിഗ്രഷൻ ലൈൻ y on x, y on x എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? y minus y bar equal to covariance of xy by sigma. y ആയതുകൊണ്ട് ഇവിടെ ഒന്നുകൂടെ വേരിയൻസ് ഓഫ് എക്സ് സിഗ്മ. നമ്മൾ വേരിയൻസ് ഓഫ് എക്സ് എന്നാണ് എഴുതിയിരുന്നത്. എന്താണോ ഇതായിട്ട് കൺവീനിയൻ്റ് ആയിട്ടുള്ളത് അത് എഴുതിക്കോളാം, കൂടെ എക്സ് മൈനസ് എക്സ് വൈ. അടുത്ത എന്തായിരുന്നു? എക്സ് ഓൺ വൈയുടെ വേണമല്ലോ. റിഗ്രഷൻ ലൈൻ എക്സ് ഓൺ വൈ എന്ത് വരും? എക്സ് മൈനസ് എക്സ് ബാർ ഈക്വൽ ടു covariance of xy by variance of y into y minus y bar. ഇനി ഒരു കാര്യം ചെയ്യാം. കോവേരിയൻസ് ഓഫ് സിഗ്മയുടെ ഇക്വേഷനോട് എഴുതിയേക്കാം. കോവേരിയൻസ് ഓഫ് എക്സ് വൈ എന്തായിരുന്നു? അപ്പോൾ ന്യൂമറേറ്റർ രണ്ടിൻ്റെ സെയിം ആണ്. 1/n summation xi into yi minus x bar into y bar. സിഗ്മ എക്സ് എന്തായിരിക്കും? റൂട്ട് ഓഫ് അല്ലെങ്കിൽ വേരിയൻസ് ആയതുകൊണ്ട് എന്ത് ചെയ്യാം? നമുക്ക് റൂട്ട് വേണ്ട. വേരിയൻസ് ഓഫ് എക്സ് എന്ത് വരും? 1/n summation xi square minus x bar square. ഓൾട്ടർനേറ്റീവ് ഇക്വേഷൻ യൂസ് ചെയ്യണമെങ്കിൽ അതും ചെയ്തില്ല. എന്താണ് ആൻസർ ചെയ്യുമായിരിക്കും. വേരിയൻസ് ഓഫ് y എന്തായിരിക്കും വരിക? 1/n summation yi square minus y bar square. നമുക്കറിയാലോ ഇതിൽ ഫ്രീക്വൻസീസ് ഒന്നും ഗിവൺ അല്ല, അതുകൊണ്ട് സ്മോൾ ലെറ്റർ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇക്വേഷൻസ് എല്ലാമായി നമുക്കപ്പോൾ എന്തൊക്കെ വേണം? എക്സ് ബാർ വേണം, വൈ ബാർ വേണം രണ്ട് കേസിലും, അതേപോലെ എക്സ് ഐ ഇൻറ്റു വൈ ഐ വേണം, പിന്നെന്താ എക്സ് ഐ സ്ക്വയർ വേണം, വൈ ഐ സ്ക്വയർ വേണം. ഇത്രയും ടേംസ് വേണം. അപ്പോൾ വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിനൊരു ടേബിളായിട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. എക്സ് ഉണ്ട്, വൈ ഉണ്ട്, നെക്സ്റ്റ് നമുക്ക് ഉള്ളത് എന്തൊക്കെയായിരുന്നു? എക്സ് ഇൻറ്റു ഒരു അഞ്ച് എക്സ് സ്ക്വയർ വേണം, എക്സ് സ്ക്വയർ വേണം, വൈ സ്ക്വയർ വേണം, പിന്നെന്തായിരുന്നു വേണം? എക്സ് സ്ക്വയർ വേണം. ഇത്രയും ടേംസ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഇക്വേഷനകത്തും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ എക്സിൻ്റെ വാല്യൂസ് എന്തൊക്കെയായിരുന്നു? 65, 66, 67, 67, 68, 69, 70 and 70. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഞാൻ ഈ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. അത് ഇതിൻ്റെ ടേംസ് എല്ലാം കൂടെ എക്സ് സ്ക്വയറും വൈ സ്ക്വയറും എക്സിൻ്റെ വൈ കൂടെ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ടേബിൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മളിനി നമ്മുടെ ഇക്വേഷനകത്ത് വേണ്ട ടേംസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ നമുക്ക് എക്സ് ബാർ വേണം, വൈ ബാർ വേണം, അതേപോലെ പിന്നെ ഇക്വേഷനകത്ത് വേണ്ടിയിരുന്നത് പി എക്സ് വൈ അല്ലെങ്കിൽ കോവേരിയൻസ് ഓഫ് എക്സ് വൈ വേണം, പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് വേണം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ വേണം. അപ്പോൾ നമ്മുടെ എക്സ് ബാർ എന്ത് വരും? സമ്മേഷൻ എക്സ് എന്ന് പറയുന്നത് 544 ബൈ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് 8 എണ്ണമാണ്. അപ്പോൾ സമ്മേഷൻ എക്സ് ബാർ ഇതെന്ന് 544 ബൈ 8. അപ്പോൾ എക്സ് ബാർ എന്ന് പറയുന്നത് എന്ത് കിട്ടി? 68 കിട്ടി. നെക്സ്റ്റ് വൺ വൈ ബാർ. വൈയുടെ ടോട്ടൽ, വൈ ടേമിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 552. ദാറ്റ്സ് ഡിവൈഡ് ബൈ ടോട്ടൽ 8 ഡേറ്റാസ് ആണ്. 552 ബൈ 8 എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 69. ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാം. അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ല, വേരിയൻസ് അങ്ങ് ഫൈൻഡ് ഔട്ട് ചെയ്യാണ്. വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തൊരു 1/n. ഇക്വേഷൻസ് എല്ലാം സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എഴുതിയിട്ടുള്ളതുകൊണ്ടാണ് ഞാനിവിടെ റിപ്പീറ്റ് ചെയ്യാത്തത്. അപ്പോൾ എക്സ് ഐ സ്ക്വയർ ബൈ 8 അല്ലേ? എക്സ് ഐ സ്ക്വയർ ബൈ 8 മൈനസ് എക്സ് ബാർ സ്ക്വയർ. എക്സ് ബാർ നമുക്കുണ്ടല്ലോ 68 സ്ക്വയർ. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? 1/n. നമ്മൾ എഴുതുമ്പോൾ 1/n സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ മൈനസ് എക്സ് ബാർ സ്ക്വയർ എന്നാണ് എഴുതിയത്. അപ്പോൾ സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ ആണ് നമ്മൾ എഴുതിയേക്കുന്നത് 37028.
1/8 ഇൻറ്റു എന്ന് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 68² അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 4.5. നെക്സ്റ്റ് വൺ, സിഗ്മ y² ഫൈൻഡ് ഔട്ട് ചെയ്തോ. വേരിയൻസ് ഓഫ് y എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുക എന്ത് വരും? 38132 ഡിവൈഡഡ് ബൈ 8 മൈനസ് y ബാർ സ്ക്വയർ ആണല്ലോ. y ബാർ എന്ന് പറഞ്ഞാൽ 69² അതപ്പോൾ നമ്മൾ സോൾവ് ചെയ്തെടുക്കുക. ഓൾമോസ്റ്റ് എനിക്കൊന്ന് 5.5 ആണ് വരുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങളോട് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക, ചെയ്ത് നോക്കുക സെയിം തന്നെയാണോന്ന്. നെക്സ്റ്റ് വൺ, നമുക്കിനി കോവേരിയൻസ് എന്ന് പറയുമ്പോൾ ഇക്വേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. കോവേരിയൻസ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എന്തായിരുന്നു? 1/n summation xi into yi minus x bar into y bar. അപ്പോൾ 1/n summation 1/8 into xi into yi നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടല്ലോ. x into y എന്ന് പറയുന്നത് എന്തോരും? 1/8 ആയിട്ട് ഇടുക, അല്ലെങ്കിൽ ഹോൾ ഡിവൈഡ് ബൈ 8 ഇടുക. 37560 into minus x bar into y bar. x bar എന്താണ്? 68 into 69 x bar into y bar. സെപ്പറേറ്റ് ചെയ്യുക കേട്ടോ. ആദ്യം 37560/8 ചെയ്യുക, ദെൻ 68 into 69 ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 3 ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഈ സെക്ഷൻ ചെയ്തതിന് ശേഷം 68 into 69 മൈനസ് ചെയ്യുക. നെക്സ്റ്റ് ഇനിയിപ്പോൾ നമുക്ക് എല്ലാ ടേംസുമായി ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മുടെ റിഗ്രഷൻ ലൈൻ y on x എന്തായിരുന്നു? y on x ഈക്വൽ ടു റിഗ്രഷൻ ലൈൻ y on x എന്ന് തന്നെ എഴുതണേ. ഞാൻ ജസ്റ്റ് y on x എന്ന് എഴുതുന്നുള്ളൂ. y minus y bar equal to covariance of xy by sigma x square into x minus x bar. ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ കോവേരിയൻസ് ഓഫ് എക്സ് വൈ നമുക്കുണ്ടല്ലോ 3 നമ്മുടെ ഇക്വേഷൻ തരും 3 വേരിയൻസ് ഓഫ് y minus y bar. അപ്പം ഞാനിവിടെ y minus y bar. ഓക്കെ, ഇക്വേഷൻ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. y minus y bar ഈക്വൽ ടു കോവേരിയൻസ് ഓഫ് എക്സ് വൈ ബൈ സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. അപ്പോൾ എന്തോരും? കോവേരിയൻസ് ഓഫ് എക്സ് വൈ എന്തായിരുന്നു? നമ്മുടെ 3 സിഗ്മ എക്സ് സ്ക്വയർ എന്താ? 4.5 അല്ലേ? 4.5. ഓക്കെ, y മൈനസ് y ബാർ ഉണ്ടല്ലേ. y മൈനസ് y ബാറിന് പകരം എന്ത് കൊടുക്കാം? നമ്മളിവിടെ y ബാർ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട് 69. y മൈനസ് 69 ഈക്വൽ ടു 3/4.5 ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ 68. ഓക്കെ, അപ്പോൾ ഇതിനെ എനിക്കിങ്ങനെ സോൾവ് ചെയ്തെടുക്കാമല്ലോ. സെയിം y മൈനസ് 69 ഈക്വൽ ടു 3/4.5 ചെയ്യുക. 3/4.5 എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 0.667. ഓർ 4.5നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് കൊണ്ടുവരിക. ഇങ്ങനെ ചെയ്യാലോ. ഈ 4.5നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് കൊണ്ടുവരിക. അപ്പോൾ 4.5 ഇൻറ്റു y മൈനസ് 69 ഈക്വൽ ടു 3 ഇൻറ്റു എക്സ് മൈനസ് 68 എന്ന് എഴുതാമല്ലോ. ദാറ്റ് മീൻസ് 4.5 y മൈനസ് 4.69 ഇൻറ്റു 4.5. 69 ഇൻറ്റു 4.5 എന്ന് പറയുമ്പോൾ 310.6 മൈനസ് ഈക്വൽ ടു 3x മൈനസ് 3 ഇൻറ്റു 68 എന്ന് പറയുന്നത് എന്തൊരു 204. ഓക്കെ, ഞാനിതിനെ ഒരു ഒറ്റ ഇക്വേഷനായിട്ട് അങ്ങനെ ചെയ്യുവാണ്. അതായത് എല്ലാ ടേംസും ഒരുമിച്ചാക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ സൈഡിൽ നിന്ന് ടേംസ് എല്ലാം കൂടെ, ഈ സൈഡിലെ ടേംസ് എല്ലാം കൂടെ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. 4.5 മൈനസ് 310.6 മൈനസ് 3x പ്ലസ് 204. ഓക്കെ, ഈക്വൽ ടു 0. ഇവിടുത്തെ പ്ലസ് 3x ഇങ്ങോട്ട് പോയപ്പോൾ മൈനസ് 3x ആയി. മൈനസ് 204 ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയപ്പോൾ എന്തായി? പ്ലസ് 204 ആയി. അപ്പോൾ എനിക്ക് 310നെയും 204നെയും കൂടെ സബ്ട്രാക്ട് ചെയ്യാലോ. ഒരിടത്ത് പ്ലസും ഒരിടത്ത് മൈനസും അല്ലേ.
അപ്പോൾ 310.6 ഇത് ഇവിടെ രണ്ട് ഡിഫറെൻറ്റ് സിമ്പിൾ ആയതുകൊണ്ട് എന്ത് ചെയ്തു, സബ്ട്രാക്ട് ചെയ്തു. എന്നിട്ട് വലിയ നമ്പറിൻ്റെ വലുതിൻ്റെ സിമ്പിൾ ഇട്ട് കൊടുത്തു. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം, 4.5y മൈനസ് 106.6 ഓക്കെ മൈനസ് 3x ഈക്വൽ ടു 0. ഇതാണ് ഒരു ഇക്വേഷൻ വരിക. നെക്സ്റ്റ് വൺ, നമ്മുടെ സെക്കൻഡ് വൺ എന്തായിരുന്നു, റിഗ്രഷൻ ലൈൻ y on x. അപ്പോൾ എന്തൊരു x on y, x minus x bar equal to covariance of xy by sigma y square into y minus y bar. അപ്പോൾ എന്തോന്ന്, x minus x bar എന്ന് പകരം x ബാറിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, x bar എന്തായിരുന്നു, x minus 68 ഈക്വൽ ടു കോവേരിയൻസ് എന്താ 3 ബൈ സിഗ്മ വൈ സ്ക്വയർ എന്ന് പറയുന്നത് 5.5 y മൈനസ് y ബാർ എന്ന് പറയുന്നത് 69. എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇത് നേരത്തെ പോലെ സോൾവ് ചെയ്തെടുക്കുന്നു. അപ്പോൾ എൻ്റെ ഇക്വേഷൻ വരിക 5.5x മൈനസ് 3y മൈനസ് 167 ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ രണ്ട് ഇക്വേഷനായി. ഇനി നമുക്ക് കോറിലേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ കോറിലേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് കോറിലേഷൻ ഇക്വേഷൻ എന്തായിരുന്നു, r ഈക്വൽ ടു ആർ എക്സ് വൈ. കോറിലേഷൻ നമ്മൾ ആർ എക്സ് വൈ എന്നായിരുന്നു നമ്മൾ ഡിനോട്ട് ചെയ്യുക. കോറിലേഷൻ ആർ എക്സ് വൈ ഈക്വൽ ടു പി എക്സ് വൈ ബൈ ഓർ കോവേരിയൻസ് ഓഫ് എക്സ് വൈ ബൈ, ഓക്കെ പി ഞാൻ ഇടുന്നില്ല, കോവേരിയൻസ് ഓഫ് എക്സ് വൈ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ടേം വെച്ചിട്ടുണ്ടപ്പോൾ സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. ദാറ്റ് മീൻസ് 3 divided by root of 3 covariance. സിഗ്മ എക്സ് എന്തായിരുന്നു, സിഗ്മ എക്സ് സ്ക്വയർ ആണ് 4.5. അപ്പോൾ റൂട്ട് ഓഫ് 4.5 എന്ന് എഴുതാലോ. അടുത്തത് വേരിയൻസ് ആണ് 5.5. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ വൈ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 5.5. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 0.0603. ഓക്കെ 0.603. അപ്പോൾ നമുക്ക് വാല്യൂ കിട്ടി. ഇനി കഴിഞ്ഞിട്ടില്ല, നമുക്കൊരു പ്രഡിക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രഡിക്റ്റ് ചെയ്യാൻ നമ്മളോട് ആവശ്യപ്പെട്ടിരുന്നു. predict the value of y corresponding to x equal to 90. x 90 ആണെങ്കിൽ yയുടെ വാല്യൂ എന്തായിരിക്കും എന്നാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് yയുടെ വാല്യൂ അല്ല നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ y on x ആണ്. റിഗ്രഷൻ ലൈൻ y on x, കാരണം yയുടെ വാല്യൂ ആണ് പ്രഡിക്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ റിഗ്രഷൻ ഇക്വേഷൻ y on x ഞാനൊന്നുകൂടെ എഴുതുന്നതേ ഉള്ളൂ. y on x ഈക്വൽ ടു എന്തായിരുന്നു, y മൈനസ് y ബാർ ഈക്വൽ ടു കോവേരിയൻസ് ഓഫ് എക്സ് വൈ ബൈ സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. ഓക്കെ, ഞാനൊന്നുകൂടെ ഇത് ചെയ്യുവാണ്. y മൈനസ് 69 ഈക്വൽ ടു കോവേരിയൻസ് 3/4.5 ഇൻറ്റു എക്സ്, എക്സ് മൈനസ് എക്സ് ബാർ എന്തായിരുന്നു 68 എന്നാണ് 68. അപ്പം നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്, predict the value of x equal to 90. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഇവിടെ എന്താ 90 ആണ്. അപ്പോൾ നമുക്കിവിടെ 90 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. 90 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തോരും, y മൈനസ് 69 ഈക്വൽ ടു 3/4.5 ഇൻറ്റു 90 മൈനസ് 68. ദാറ്റ് മീൻസ് y minus 69 equal to ഓക്കെ ഞാനിവിടുന്ന് ഈ മൈനസ് 69 അപ്പുറത്തേക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കൊണ്ടാണ്. y ഈക്വൽ ടു എന്തൊരു 3/4.5 90 മൈനസ് 68. അപ്പോൾ 90 മൈനസ് 68 എന്ന് പറയുന്നത് 22 പ്ലസ് 69. ഇത് ലാസ്റ്റ് ചെയ്താൽ മതി. ഫസ്റ്റ് നമ്മൾ ഇത്രയും ചെയ്യുക. ഓക്കെ, അപ്പോൾ 66 ഡിവൈഡ് ബൈ 4.5 എന്നാകും. ദാറ്റ്സ് ഈക്വൽ ടു 14.67 എടുക്കുകയാണ്. 666 അങ്ങ് എക്സ്റ്റെൻഡഡ് ആണ്. അപ്പോൾ 14.67 ആണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ 14.666 എന്ന് പറഞ്ഞ് എക്സ്റ്റെൻഡഡ് ആണ്, പ്ലസ് 69. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫൈനൽ വാല്യൂ എന്ത് തോന്നുന്നു, 83.67.
അപ്പോൾ വൈയുടെ വാല്യൂ എന്താണ് 83.67. എക്സിൻ്റെ വാല്യൂ 90 ആയിരിക്കുമ്പോൾ വൈയുടെ വാല്യൂ എത്രയിലെത്തും 83.67. അതായത് ഇപ്പോൾ ക്വാണ്ടിറ്റി ആയിരുന്നെന്ന് വെക്കുക, എക്സ് എന്ന് പറയുന്നത് 90 കിലോയാണ് നമ്മൾ വാങ്ങിക്കുന്നതെന്ന് വെക്കുക. അങ്ങനെയാണ് അതിൻ്റെ പ്രൈസ് എന്തായിരിക്കും ആ ടൈമിൽ 83.67 ആയിരിക്കും. ഇതാണ് നമ്മൾ സാധാരണ ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത്, പ്രഡിക്ഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റിഗ്രഷൻ ലൈൻസ് അല്ലെങ്കിൽ റിഗ്രഷൻ വാല്യൂസ്, റിഗ്രഷൻ ഇക്വേഷൻസ് ഒക്കെ എഴുതുക. അപ്പോൾ ഇതൊന്ന് നോക്കുക, എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി ഒരു ടോപ്പിക്കോടെ നമുക്ക് റിമൈനിങ് ഉണ്ട്, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് റിഗ്രഷൻ ലൈൻ. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.